LDFിന് പിന്തുണ പ്രഖ്യാപിച്ചതായി പത്രവാർത്തകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. നാദാപുരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ NDF നാദാപുരം ഡിഫൻസ് ഫോഴ്സാണ്. നാദാപുരം CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് വന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അതാണ് പിന്നെ SDPI ആണ്. നമുക്കറിയാം ബിനു വധക്കേസ്. ഈ ബിനു വധക്കേസ് അന്വേഷിച്ചത് LDFിൻ്റെ ഗവൺമെൻറ്റാണ്, ക്രൈംബ്രാഞ്ചാണ്. ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പ്രതികളെല്ലാം തന്നെ SDPIക്കാരാണ്. അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ ഈ മണ്ഡലത്തിനകത്തും പുറത്തും അതേപോലെ അക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് CPMനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടം SDPI. ആ SDPIക്ക് ഇവരുമായി സഹവർത്തിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ CPMമാർ എങ്ങനെ ചിന്തിക്കും? ഈ ബിനുവിൻ്റെ ബന്ധുക്കൾ എന്ത് പറയും? ഈ നാട്ടിലെ സാധാരണ CPM പാർട്ടിക്കാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. സംഘടനയോ അല്ലയോ എന്നുള്ളതെല്ലാം ഇവിടെ ചർച്ച. ഇവിടെ വെൽഫെയർ പാർട്ടി നേരത്തെ CPMന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ 2011 കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയും LDFും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ തന്നെ ഇവർ തമ്മിൽ ധാരണയാക്കി വെൽഫെയർ പാർട്ടിക്ക് മെമ്പർ ഉണ്ടായിട്ടില്ല. അപ്പം പരമ്പരാഗതമായി ഈ വെൽഫെയർ പാർട്ടിയായി ധാരണയിൽ എത്തുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്യുന്ന ആൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഒരു വർഗീയ അല്ലെങ്കിൽ തീവ്രവാദ പാർട്ടിയാണെന്ന് പറയുന്നതിൻ്റെ ഔചിത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, വെൽഫെയർ പാർട്ടി നമ്മുടെ മുന്നണിയുടെ ഭാഗമല്ലല്ലോ.